അപ്പോൾ ജനറലി ഒരു IP ക്യാമറ വർക്ക് ചെയ്യുന്ന വെച്ചാൽ ഈ 3 സ്റ്റെപ്പിലൂടെയാണ്. ഒന്ന് ഇത് ക്യാപ്ചർ അല്ലെങ്കിൽ വീഡിയോ ഫുട്ടേജുകൾ ഇത് ക്യാപ്ചർ ചെയ്യും, എന്നിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യും. അതിന് പ്രത്യേക കോഡെക്സ് ഉണ്ട്. കോഡെക്സ് എന്ന് പറഞ്ഞാൽ ഫോർമാറ്റുകളാണ്. നമ്മുടെ ഒരു വീഡിയോയുടെ ഫോർമാറ്റ്, അതിനെയൊക്കെയാണ് നമ്മൾ ഈ കോഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ പറയുന്ന സ്പെസിഫിക് കോഡെക്കുകൾ, അതായത് ഹൈ റെസൊല്യൂഷൻ അല്ലെങ്കിൽ 4K HD എന്നൊക്കെ പറയുന്നത് നമുക്ക് പല രീതിയിലുള്ള കോഡെക്സും അല്ലെങ്കിൽ പല രീതിയിലുള്ള റെസൊല്യൂഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ അതാത് റെസൊല്യൂഷനിൽ അത് ക്യാപ്ചർ ചെയ്യുന്നു. ഈ ക്യാപ്ചർ ചെയ്ത ഫുട്ടേജിനെ ഇത് റിയൽ ടൈമായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇത് പാർട്ട് ബൈ പാർട്ടായിട്ടോ ഇത് നമ്മളുടെ നെറ്റ്വർക്കിലൂടെ സെൻഡ് ചെയ്തിട്ട് അതിനൊരു NVR ഉണ്ടായിരിക്കും, നെറ്റ്വർക്ക് വീഡിയോ റെക്കോർഡർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരിക്കും. അപ്പം ഈ ഒരു നെറ്റ്വർക്ക് വീഡിയോ റെക്കോർഡറിലോട്ട് ഇത് സെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലൗഡ് സ്റ്റോറേജ് ആയിട്ട് കണക്റ്റഡ് ആണെങ്കിൽ അങ്ങോട്ടത് ഫോർവേഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി നെറ്റ്വർക്ക് വഴിയായിരിക്കും. അത് ഇത്തർനെറ്റ് കേബിൾ വഴിയോ അല്ലെങ്കിൽ വൈഫൈ വഴിയോ ആയിരിക്കും ഇത് ഇതിൻ്റെ വീഡിയോ സെൻഡ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അതിനെ സൂം ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ വീഡിയോ ഇത്ര സെക്കൻഡ് വെച്ച് റീപ്ലേ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങളും കൂടെ അതിനകത്ത് അവൈലബിൾ ആണ്. ടൈപ്പ് ഓഫ് ക്യാമറ അനുസരിച്ച് നമുക്ക് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ വിഷ്വൽസും എടുക്കാനും പറ്റും. പിന്നെ ഇത് വൺസ് ഇത് വർക്കായി കഴിയുമ്പോൾ നമുക്ക് റിമോട്ടിരുന്നതിൻ്റെ നമുക്ക് സ്മാർട്ട് ഫോൺസിൽ ആപ്പ് വെച്ച് നമുക്ക് ഇത് ആക്സസ് ചെയ്ത് കാണാനും പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഒരു മോണിറ്ററിങ് സെറ്റപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ, സെക്യൂരിറ്റി മോണിറ്ററിങ് സെറ്റപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇതിൻ്റെ ലൈവ് ഫുട്ടേജ് നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്ത് പ്ലേ ചെയ്യാനും, പല TV-ലോ അല്ലെങ്കിൽ സ്ക്രീൻസിലോ നമുക്ക് പ്ലേ ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് ഉള്ളൊരു ബെനിഫിറ്റ്. അപ്പം ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഡിജിറ്റലായിട്ടുള്ള വീഡിയോസാണ്, അല്ലെങ്കിൽ ഡിജിറ്റലായിട്ടുള്ള ഡേറ്റയാണ് നമ്മൾ ഈ ഒരു IP ക്യാമറയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്.